ഇന്ത്യയിലെ വിദ്യാർത്ഥികൾക്കായി ഏകദേശം 19,500 രൂപ വിലയുള്ള ജെമിനി പ്രോ വേർഷൻ ഫ്രീ ആയി നൽകുന്നുണ്ട്. ഇത് ഒരു വർഷത്തേക്ക് സൗജന്യമായി രജിസ്റ്റർ ചെയ്യുവാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് സെപ്റ്റംബർ 15-ാം തീയതിയാണ്. സെപ്റ്റംബർ 15, 2025. ജെമിനി പ്രോ എന്ന് പറയുന്നത് ഗൂഗിളിൻ്റെ ഏറ്റവും പുതിയതായിട്ടുള്ള ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മോഡലാണ്. ഇത് സ്റ്റുഡൻസിന് പഠനത്തിൽ ഹോംവർക്ക് ചെയ്യാനായിട്ട്, അതുപോലെ തന്നെ നമ്മൾ പ്രോജക്റ്റ് ചെയ്യാറുണ്ട്. പ്രോജക്റ്റുകളിൽ എന്തെങ്കിലും ലേഖനങ്ങൾ തയ്യാറാക്കണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ആശയങ്ങൾ എന്തെങ്കിലും കണ്ടെത്തണം എന്നുണ്ടെങ്കിൽ അത് മെച്ചപ്പെടുത്താനും, അതുപോലെ തന്നെ എക്സാം പ്രിപ്പയർ ചെയ്യാൻ ഉള്ള ഹോംവർക്ക് ഹെൽപ്പിന് എക്സാം പ്രിപ്പറേഷൻസ് ചെയ്യാം, പ്രാക്ടീസ് ടെസ്റ്റുകൾ ചെയ്യാം, സ്റ്റഡി മെറ്റീരിയൽസ് പ്രിപ്പയർ ചെയ്യാം, സ്റ്റഡി ഗൈഡായിട്ടൊക്കെ ഈസി ആയിട്ട് നമുക്കിത് തയ്യാറാക്കാൻ പറ്റും. വേറൊരു സവിശേഷത എന്ന് പറയുന്നത് ഗൂഗിൾ ജെമിനി പ്രോയിൽ ഉള്ളത് നമുക്ക് വീഡിയോസ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഇന്ന് നമുക്ക് എല്ലാവരും AI വീഡിയോ ജനറേറ്റ് ചെയ്യുന്ന കാലഘട്ടമാണ്. AI വീഡിയോ ജനറേറ്റ് ചെയ്യാൻ ഈസി ആയിട്ട് ഒരു ദിവസം 3 വീഡിയോസ് ജനറേറ്റ് ചെയ്യാൻ നമുക്ക് ഗൂഗിൾ ജെമിനി പ്രോ വേർഷനിൽ പറ്റും. ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് പ്രോ വേർഷൻ ആണെങ്കിൽ മാത്രമേ നമുക്ക് ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ ക്ലൗഡ് സ്റ്റോറേജ് 2 TB ക്ലൗഡ് സ്റ്റോറേജ് ആണ് പ്രോ വേർഷനിൽ നമുക്ക് ലഭിക്കുന്നത്. ഗൂഗിൾ ഡ്രൈവ്, ജിമെയിൽ, ഫോട്ടോസ് എന്നിവയിലെല്ലാം 2 TB സ്റ്റോറേജ് ലഭിക്കും. ഇനി ഇതെങ്ങനെയാണ് നമ്മൾ ഈ ഓഫർ ലഭിക്കാനായിട്ട്? വളരെ എളുപ്പമാണ്. അതിന് നമ്മൾ എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യുക, അതിനുള്ള പ്രോസസ്സുകൾ എന്തൊക്കെയാണ്, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള പ്രോസസ്സുകൾ എന്താണ്, നമ്മൾ ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങളുണ്ട്. അതെല്ലാം നമ്മൾ വളരെ വിശദമായിട്ട് ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. ആദ്യമായിട്ട് ഗൂഗിൾ ജെമിനി സ്റ്റുഡൻസ് ഓഫർ അല്ലെങ്കിൽ ഗൂഗിൾ ജെമിനി പ്രോ എന്ന വെബ്സൈറ്റിൽ ഓപ്പൺ ചെയ്യുക. നമ്മൾ സാധാരണ google.com കൊടുക്കുന്നത് പോലെ തന്നെ ഗൂഗിൾ ജെമിനി ഓഫർ എന്ന് ക്ലിക്ക് ചെയ്യുക. നമുക്ക് ഗെറ്റ് ഓഫർ എന്ന് കാണും, അതിൽ ക്ലിക്ക് ചെയ്യുക. പിന്നെ സ്റ്റുഡൻസ് എന്നുള്ളത് നമുക്ക് എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറയുന്നത് 18 ഇയേഴ്സ്, 18 വയസ്സ് തികയണം, നമ്മൾ സ്റ്റുഡൻസ് ആയിരിക്കണം. അതാണ് നമുക്ക് യോഗ്യത ഉറപ്പാക്കാൻ. അതുപോലെ തന്നെ യോഗ്യതയ്ക്ക് വേണ്ടിയിട്ടുള്ള വേരിഫിക്കേഷൻ പേജ് വരും. അതിൽ നമ്മൾ പഠിക്കുന്ന സ്ഥാപനത്തിൻ്റെ പേര്, ഇമെയിൽ ID, മറ്റ് വിവരങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് നൽകാനുണ്ട്. സ്റ്റുഡൻസിന് കോളേജ് ID യൂസ് ചെയ്തുകൊണ്ട് തന്നെ അതിൻ്റെ 2 സൈഡും നമുക്കൊരു PDF ആക്കി മാറ്റിയിട്ട് അത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ രജിസ്ട്രേഷൻ പ്രോസസ്സ് വളരെ ഈസി ആയിരിക്കും. കോളേജിൻ്റെ എലിജിബിലിറ്റി കാണിക്കാനായിട്ട്, കോളേജ് സ്റ്റുഡൻസ് ആണ് എന്ന് തെളിയിക്കാനായിട്ട് കോളേജ് ID യൂസ് ചെയ്യാവുന്നതാണ്. അതെല്ലാം നമ്മൾ കൃത്യമായി നൽകിയതിന് ശേഷം നമുക്ക് ഇമെയിൽ ID ഏതാണോ നമ്മൾ യൂസ് ചെയ്യുന്നത് അത് കൊടുക്കണം. ആ ഇമെയിൽ IDയിലേക്ക് ഒരു ഷെയർ ID വെരിഫിക്കേഷൻ പ്രോസസ്സ് ഉണ്ട്. അതിനുശേഷം വെരിഫൈ എലിജിബിലിറ്റി എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുത്താൽ നമ്മൾ മെയിൽ IDയിലേക്ക് ഒരു മെയിൽ വരുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ വെരിഫിക്കേഷൻ പൂർത്തിയായാൽ ഒരു കൺഫർമേഷൻ മെസ്സേജ് ലഭിക്കും. ഇതിന് ശേഷമാണ് നമ്മൾ പേയ്മെൻറ്റ് ഓപ്ഷനിലേക്ക് പോകുന്നത്. അപ്പോൾ ഗൂഗിൾ പേ ത്രൂ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഗൂഗിൾ പേയിൽ നമ്മൾ പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം, പേയ്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഓട്ടോ പേ ക്യാൻസൽ ചെയ്യണം. ഓട്ടോ പേ ക്യാൻസൽ ചെയ്തിട്ടില്ലെങ്കിൽ ഈ സൗജന്യ ഓഫർ എന്ന് പറയുന്നത് 1 വർഷത്തേക്ക് മാത്രമാണ്. സൗജന്യ ഓഫർ ആണെങ്കിലും സബ്സ്ക്രിപ്ഷൻ കാലാവധി കഴിഞ്ഞാൽ പണം ചിലപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് എടുക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കൃത്യമായിട്ട് ഈ ഒരു സബ്സ്ക്രിപ്ഷൻ കഴിഞ്ഞതിന് ശേഷം ഓട്ടോ പേ ക്യാൻസൽ എന്നുള്ള ഓപ്ഷൻ നമ്മുടെ ജിപേയിലുണ്ട്, അത് ഓഫ് ചെയ്തിരിക്കണം. ഗൂഗിൾ പേയിൽ നമുക്ക് 0 ആണ് കോസ്റ്റ് വരുന്നത്. അതായത് നമ്മൾ സബ്സ്ക്രിപ്ഷൻ ചെയ്യുന്ന സമയത്ത് 2 രൂപ മാത്രമാണ് നമുക്ക് ഇതിനായിട്ട് ചിലവ് വരുന്നത്. പക്ഷേ 2 രൂപ നമ്മുടെ ചിലവൊന്നും വരുന്നില്ല, 0 കോസ്റ്റ് തന്നെയാണ്. അത് വീണ്ടും നമ്മുടെ അക്കൗണ്ടിലേക്ക് തന്നെ ക്രെഡിറ്റ് ആവും. ഇതോടുകൂടി നമുക്ക് എന്താണ്, ഈ ഗൂഗിൾ ജെമിനി എന്ന് പറയുന്ന പ്രോ വേർഷൻ അവൈലബിൾ ആവും. പ്രോ വേർഷനിൽ നമുക്ക് ഉള്ള ഓപ്ഷൻസ് എന്ന് പറയുന്നത് നോട്ട്ബുക്ക് എല്ലാം, അതുപോലെ ഓഡിയോ പോഡ്കാസ്റ്റിംഗ്, വീഡിയോ ജനറേഷൻ, ഡീപ്പ് റിസർച്ച്, ഗൈഡഡ് ലേണിംഗ്, ഇമേജ് വളരെ ക്വാളിറ്റിയിലുള്ള നാനോ ബനാന യൂസ് ചെയ്തിട്ടുള്ള ഇമേജ് ജനറേഷൻ, ഇതെല്ലാം ഗൂഗിൾ പ്രോയിൽ അവൈലബിൾ ആണ്. ഇത് നോക്കിയിട്ട് നമ്മൾ സാധാരണ രീതിയിൽ ChatGPT നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ് ചെയ്യാൻ അറിയുന്നുണ്ടാവും. ChatGPTയിൽ ഒരു പ്രോംപ്റ്റ് കൊടുക്കുക. ഞാൻ ഇവിടെ ഒരു വീഡിയോ ജനറേറ്റ് ചെയ്യുന്നത് കാണിച്ചു തരാം. ഒരു പ്രോംപ്റ്റ് ജനറേറ്റ് ചെയ്തിട്ട് ChatGPTയിൽ ഉണ്ടായിരുന്നു. ആ പ്രോംപ്റ്റിനെ ഞാൻ ഗൂഗിൾ ജെമിനി പ്രോയിൽ കൊടുത്തു. അതിനുശേഷം ഒരു ചെറിയൊരു വീഡിയോ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് നോക്കൂ. Look at this place. It's beautiful. I know, right? It's like a dream. Oh, look. What's that glowing over there? It's a secret door.
ഇതുപോലെയുള്ള വീഡിയോകൾ വളരെ എളുപ്പത്തിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് പഠനം എളുപ്പമാക്കാനുള്ള ഒരു വലിയ അവസരമാണിത്. ഈ ഓഫർ പരമാവധി പ്രയോജനപ്പെടുത്തുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് അത് ഷെയർ ചെയ്ത് കൊടുക്കാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.